എത്ര മെരുങ്ങാത്ത കുതിരയെയും ഞൊടിയിടയിൽ മെരുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. കുതിരയോട്ടവും അഭ്യാസവും ഒക്കെയാണ് ഇവൻ്റെ മോഹങ്ങൾ. ഇവൻ പരിശീലിപ്പിച്ച കുതിരകൾ സിനിമകളിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. പേരെന്തോന്നു? ദേവസേന. ദേവസേന? ദേവസേന. ഓ, ബാഹുബലിയുടെ ദേവസേന. എത്ര നാളായി ദേവസേന വന്നിട്ട്? എൻ്റെ 2 വർഷം അടുപ്പിച്ചാവും. 1 വർഷം അടുപ്പിച്ചാവും. എത്ര വയസ്സായി കാണും? ഒരു 3.5 വയസ്സ് അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. 3.5 വയസ്സായിട്ടുള്ളൂ. അത്ര വരത്തുള്ളൂ. നിങ്ങളുമായിട്ടൊക്കെ എങ്ങനെ? കുഴപ്പമില്ല, നമ്മൾ നോർമലി ഇത് തന്നെ. ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഇത് ഞാൻ എടുത്തത് ഇവിടെ എറണാകുളത്ത് നിന്നാണ് എടുത്തത്. എറണാകുളത്ത് നിന്ന്. ഇത് മെയിനായിട്ട് ഇത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ് ഒരു കോവിലെ പരിപാടി, ക്ഷേത്ര, സിനിമയിലെ ഷൂട്ടിങ്, അങ്ങനെ അതിൻ്റെതൊക്കെ. ഓ, സിനിമ ഷൂട്ട് അങ്ങനെയുള്ള പരിപാടികൾ അങ്ങനത്തത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചിലവും കാര്യങ്ങളൊക്കെ വളർത്താനായിട്ട്? ചിലവ് കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പം ഈ പറയത്തൊക്കെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല, ഒരു പാഷൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. കുതിരയോട് എത്രമാത്രം ഇഷ്ടമാണ്? ഇഷ്ടമാണ്. എൻ്റെ നേരത്തെ കുതിരകൾ കുറച്ചുണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? 3-4 കുതിരകളുണ്ട്. കൊടുത്തും വാങ്ങിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ കുതിരയോട് ഇഷ്ടം തുടങ്ങി എങ്ങനെയാണ് അത്? ഇഷ്ടം തുടങ്ങിയ മുമ്പ് ഒരു കുതിര നമ്മൾ വല്ലിച്ചനുണ്ടായിരുന്നു. അങ്ങനെ വല്ലിച്ചൻ്റെ ഒന്ന് കണ്ട് ആ കുതിരയുടെ പ്രേമി വന്ന് പിന്നെ അങ്ങനെ കുതിര ഭ്രാന്ത് തുടങ്ങി. പക്ഷേ കുതിര ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവല്ലേ ഈ കുതിര മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ? അതാണ്. എന്നാലും നമ്മളൊരു ഇതിൽ ഇഷ്ടത്തിൽ വളർത്തുന്നത്. ഇപ്പോൾ ഈ കുതിര ഭ്രാന്ത് തുടങ്ങിയിട്ട് എത്ര കാലം? ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ട് 4-5 വർഷം വരും. 5 വർഷം? 5 വർഷം വരും. അതിലിപ്പം എങ്ങനെയുണ്ട് ഈ കുതിര? ഇനിയൊരു വലിയൊരു സംഭവമാക്കി ഒരുപാട് കുതിരകളെയൊക്കെ വാങ്ങണമെന്ന് അങ്ങനെയുള്ള? എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്കൊരു കുതിര വളർത്തണം എന്നുള്ള ഇതിൽ അങ്ങനെ നിർത്തിക്കുന്നു. ഒരു കുതിര കൂടെ എടുക്കണം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. ഈ ആനപ്രേമം പോലെ കുതിരപ്രേമം, ഈ പറഞ്ഞ ഒരുപാട് ആനകൾ ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കുതിര വാങ്ങി അങ്ങനെയൊന്നുമില്ല? എങ്ങനെയൊന്നുമില്ല. എനിക്ക് നേരത്തെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇപ്പോൾ വയ്യാതായി അങ്ങനെ കൊടുത്ത് പോയത്. അപ്പോൾ ഏത് കുതിര കിട്ടിയാലും കണക്കും? ഏത് കുതിര കിട്ടിയാൽ നല്ല ഓട്ടി, എത്ര അലിമ്പുള്ളായിരുന്നാലും ഏതിനും മെരുക്കും. ഓ, അതെങ്ങനെ പഠിച്ച്? അത് നമ്മളിത് ഫീൽഡിൽ ഇറങ്ങി കുറച്ച് വർഷം ഇതിൻ്റെ ഇതൊക്കെ അറിയാം. പേടിയൊന്നുമില്ല? ഒരു പേടിയില്ല? ഒരു പേടിയില്ല. ഏത് കുതിര ഓടിക്കും? എത്ര വലിയ കുതിരയായിരുന്നാലും ഓടിക്കും. ഓ, അപ്പോൾ കുതിര മത്സരത്തിനൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? പോകണമെന്നുണ്ട്. സമയം ജാക്ക്പോട്ടിനൊക്കെ ഇറങ്ങാൻ താല്പര്യമുണ്ടോ? ജാക്ക്പോട്ടിനൊക്കെ ഇറങ്ങാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാക്ടീസോ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. പ്രത്യേകം വേറെ കുതിരയൊക്കെ വേണം പ്രാക്ടീസിന്. ഓടുന്ന നല്ല പവറായിട്ടുള്ള കുതിരകൾ വേണം. നമ്മൾ ക്ലാസ് കൊടുക്കണം ഇതിനു വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള കുതിരയെ വാങ്ങിക്കാൻ പരിപാടിയുണ്ടോ? നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ റേസിങ്ങിന് ഇറക്കാം. ഓട്ടോ ഡെയിലി ലഞ്ചിങ്ങിനെ കൊടുത്ത് വർക്കൗട്ടൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇവന്മാരെ ഈ മേയ്ക്കാൻ വേറെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളുള്ളത് സാധാരണയായിട്ട് ഇത് വളർത്തുമ്പോൾ? ബുദ്ധിമുട്ട് കെട്ടാൻ ഷെഡ് വേണം, സ്റ്റാബിൾ വേണം. മഴയത്തെ വെളിയിലൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ക്ലൈമറ്റിലൊക്കെ ഇവർക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റും. വെളിയിലൊക്കെ ഇത് കെട്ടിയിടുന്നുണ്ടെങ്കിൽ കൂഫൊക്കെ ചെളിയിൽ നിന്ന് അഴുവും. ഇതുണ്ട് കൂഫ്. ഇത് ചെളിയൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ കഴിവും. ഓ, അപ്പോൾ ഈ ലാടം അടിക്കുന്നതൊക്കെ? ലാടം അടിച്ചിട്ടുണ്ടല്ലേ? ഓ, ഇതാണ് കുതിര ലാടം എന്ന് പറയുന്നത്? കുതിര ലാടം. ഓക്കെ. ഈ ചില കുതിരകൾക്കൊക്കെ ഈ കണ്ണ് മറച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് അത് കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മെയിൽ കുതിരയൊക്കെയാണ് മറച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ഫീമെയിൽ കുതിരയായിട്ടുള്ള നിൽപ്പുണ്ടെങ്കിൽ കാണാതിരിക്കാൻ വേണ്ടി. ഓ, ഈ റൈസിങ്ങിന് ഇറങ്ങുന്ന മിക്കവാറും കുതിരകൾക്ക് കെട്ടിയിരിക്കും. ശ്രീധന് കുതിര അഭ്യാസ പരിപാടികളൊക്കെ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും പാഷൻ ഉണ്ടായി ഇതിനു വേണ്ടി ഇത്രയും സമയം ചിലവാക്കിയിട്ടൊക്കെ ഇതിലൂടെ ഒരു വലിയ ആളാവണം, അല്ലെങ്കിൽ ഒരു കുതിര എക്സ്പേർട്ട് ആവണം, അങ്ങനെയുള്ള ചെറിയൊരിതുണ്ട്. ഉണ്ട്? ചെറുതേ ഉള്ളൂ? നല്ല ഇതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ഒന്നുമില്ല. ഇന്നത് ഫാമും അതൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ അങ്ങ് സമയം കിട്ടത്തില്ല. പിന്നെ ഡോഗൊക്കെ ഉണ്ട് കുറച്ച്, പട്ടി ഐറ്റങ്ങൾ അങ്ങനത്തെ. ഓ, അപ്പം മൊത്തം മൃഗസ്നേഹിയാണ്.